ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഇത് നമ്മൾ കുറച്ച് ഹോം ബേക്കേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് നടത്തിയിട്ടുള്ള ഒരു വ്ളോഗിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഇതിൻ്റെ റീൽസ് ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചതാണ് ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റ് ബേസ് ചെയ്താണോ, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമ്മളിതിൽ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് പേരുണ്ടല്ലോ, അവർ എല്ലാവരും കൂടിയിട്ടാണ് ആദ്യം ഈ ഗ്രൂപ്പ് ഫോം ചെയ്തത്. വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോ പരിചയക്കാർ അല്ലെങ്കിൽ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ളവരൊക്കെ അങ്ങനെ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 50 പേരുള്ളൊരു ഗ്രൂപ്പാണ്. 50 പേരെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ആ മീറ്റപ്പിന് ഉണ്ടായിരുന്നു കേട്ടോ. 50ഓളം പേരുണ്ടായിരുന്നു. കുറേ പേർക്കൊന്നും വരാൻ പറ്റിയില്ല, എന്നാൽ പോലും വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ഗസ്റ്റായിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അത് ഗസ്റ്റായിട്ട് വരാൻ പറഞ്ഞിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും വാട്സപ്പ് വഴിയാണ് ഒരുവിധം പേരൊക്കെ ഇങ്ങനെ പരിചയമുള്ളത്. അല്ലാതെ ഞാനായാലും എന്നോട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ കുറേ പേരൊക്കെ നേരിട്ട് കാണാത്തവരുണ്ട്. അപ്പോൾ അന്ന് ഒരുമിച്ച് കുറേ പേരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ബേക്കിങ്ങിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ബെനഫിറ്റ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം, കുറേ ഓൺലൈനായിട്ടുള്ളൊരു ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും എപ്പോഴും മെസ്സേജ് അയക്കും. നമ്മൾ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെ ഒരുപാട് ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു മീറ്റപ്പിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന കുറേ പേരെ കാണാൻ പറ്റി. അത് എൻ്റെ കാര്യമൊന്നും മാത്രമല്ല, അവിടെ വന്നിരുന്ന എല്ലാവരും പറഞ്ഞതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെയുള്ള പരിചയമുള്ളൂ, പക്ഷേ നേരിട്ട് കണ്ട് അത് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങി വൈകിട്ട് വരെ വെൽക്കം ഡ്രിങ്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ ലഞ്ച്, പിന്നെ നമ്മളെ പ്രോഗ്രാമുകൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. മൊമെൻറ്റോസ് കൊടുക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ റഷീദ, മൂപ്പരാണ് അതിൻ്റെ മെയിൻ കോർഡിനേറ്റർ. വളരെ നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആമീസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞ് കയറിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്ത് കേക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചിത്രയാണ്. ഈ ഒരു ഗ്യാങ്ങിൽ തന്നെ ഉള്ളതാണ്. രണ്ടാമത് നിൽക്കുന്ന ആളിട്ടാ ഈ സൈഡിൽ നിന്ന്. അപ്പോൾ ആള് ചെയ്ത കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഗുലാബ് ജാമുൻ ഫ്ലേവർ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിച്ച് തുടങ്ങാൻ കുറച്ച് ലേറ്റായി. അത് ഒരുവിധം പ്രോഗ്രാം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഒന്ന് കുറച്ച് ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇങ്ങനെ ഡിലേ ആയി പോകും. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാവരും ഏകദേശം ഒരു സമയത്ത് തന്നെ എത്തി. പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് പിന്നെ ഒന്ന് അത് കൊടുക്കാനുള്ളൊരു ടൈമും അതിനുള്ളിൽ തന്നെ പിന്നെ മൊമെൻറ്റോസ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊമെൻറ്റോസ് കൊടുക്കുമ്പോൾ എന്തായാലും ഓരോരുത്തർ വരുമല്ലോ. അപ്പോൾ അവരുടെ ബേക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസും എത്ര നാളായി തുടങ്ങിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ എക്സ്പീരിയൻസുകൾ പറഞ്ഞു. മെയിനായിട്ട് കുറേ പേരൊക്കെ ഇങ്ങനെ ബേക്കിങ്ങിൽ നിന്നുണ്ടായിരുന്ന നല്ലതും ചീത്തയും ആയിട്ടുള്ള അനുഭവങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. കാരണം എല്ലാവരും വന്ന് കാണാൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് പരിചയപ്പെടുന്നതൊക്കെ കാണുമ്പോൾ ആ എൻ്റെ ഒരു കഴിവിൻ്റെ അല്ല, ഒരു ചാനലുള്ളതിൻ്റെതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ചാനലിലൂടെ നമ്മളെ ഇങ്ങനെ സൗണ്ട് കേട്ട് ഇങ്ങനെ കേക്കുകൾ ചെയ്ത് ഇങ്ങനെ പരിചയമായി. അങ്ങനെ കുറേ പേര് കാണാൻ ആഗ്രഹിച്ചിരുന്നായിരുന്നു. അപ്പോൾ ചാനലിൽ കൂടി ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടായവരുണ്ട്. ബേക്കിങ് പഠിക്കാണ്ട് കേക്ക് ചെയ്ത് സെയിൽ ചെയ്തവരും അതിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ചാനൽ തുടങ്ങിയതിൽ അല്ലെങ്കിൽ ചാനൽ ഇങ്ങനെ റണ്ണിങ് ആയിട്ട് കൊണ്ടുപോകണതിൽ നമുക്ക് ഏറ്റവും ഭാഗ്യമുള്ള കാര്യം അത് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി, ഭയങ്കര സന്തോഷമായി. പിന്നെ അത് മാത്രമല്ല, ഇത്രയും ഹോം ബേക്കേഴ്സിന്, അത് ഞാൻ പറഞ്ഞ് സംസാരിച്ചപ്പോൾ, ഇത്രയും നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഉണ്ടെങ്കിൽ പോലും ഇത്രയും ഹോം ബേക്കേഴ്സിനെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. എനിക്കതിൽ പരിചയമുള്ള കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. കൂടുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ തന്നെയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, പാലക്കാട് നിന്ന് ഒരു 4 പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസ്ട്രിക്റ്റ് തൃശ്ശൂരാണല്ലോ. അപ്പോൾ പാലക്കാട് നിന്ന് ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കാനായിട്ടും ഒക്കെ വന്ന് അത്രയും ടൈമൊക്കെ ട്രാവൽ ചെയ്ത് വളരെ ബുദ്ധിമുട്ടി വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് അത്രയും എഫേർട്ട് എടുത്ത് മീറ്റ് ചെയ്യാനൊക്കെ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു.
പിന്നെ അതിലായാലും ആദ്യമായിട്ട് തന്നെ ബേക്കിങ്ങിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതും മൊമെൻ്റ് കിട്ടുന്നതൊക്കെ അങ്ങനത്തെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ ഏതൊരു ഫീൽഡിലാണെങ്കിൽ പോലും നമ്മളത് ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ ഉള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യണം, നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബേക്കേഴ്സ് കുറേ പേരുണ്ടാവും, നമ്മളെ വ്യൂവേഴ്സ് കൂടുതൽ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുക. ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ നിൽക്കും, എന്തായാലും കൂടെ നിൽക്കാതിരിക്കില്ലല്ലോ, എന്തായാലും നമ്മൾ കൂടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുപോലൊക്കെ ഒന്ന് കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നിങ്ങനെ കേക്ക് ചെയ്ത് ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കൊന്ന് ബോറിംഗ് ആയി തുടങ്ങും. അപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാമോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഇതുപോലെ ബേക്കിങ്ങിലുള്ള ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോവേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് റീഫ്രഷ് ആവും. അതെപ്പോഴും നല്ലതാണ്. അത് ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിലും ഇപ്പം നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഒന്ന് നമ്മൾ ഒരു വർക്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് ടയേർഡായി വരുമ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോയിക്കോട്ടെ, അടിപൊളിയായിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വർക്കിനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ പണിയെടുക്കൽ മാത്രം, കേക്ക് ഉണ്ടാക്കൽ, പണിയെടുക്കൽ അങ്ങനെയൊക്കെ മാത്രം ആവുന്ന സമയത്താണ് നമുക്ക് എന്തായാലും അത് ഏത് പ്രൊഫഷനായാലും നമുക്കൊന്ന് ബോറിംഗ് ആയി തോന്നണത് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് റീഫ്രഷ് ചെയ്യാൻ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഇതുപോലൊക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഭയങ്കര ആ ഒരു പ്രൊഫഷനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സ്നേഹിക്കും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു മൊമെൻറ്റോ ഒക്കെ കിട്ടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, നമ്മൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷത്തിനൊരു പ്രത്യേകതയാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ആയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റായിട്ട് പോകാനും ഒക്കെ നമുക്ക് ഭാഗ്യം കിട്ടിയത്. നമ്മൾ അവസരങ്ങൾ എപ്പോഴും നമ്മൾ തേടിക്കൊണ്ടിരിക്കുക, നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ വീഡിയോയിലൊക്കെ കുറേ പേരിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പിന്നെ ഓൺ വോയിസ് ഇടാണ്ടാണ്, കാരണം എല്ലാവർക്കും ഇങ്ങനെ അവർ സംസാരിക്കണത് ഷെയർ ചെയ്യണത് ഇഷ്ടമുണ്ടാവും എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും വോയിസ് ഒന്നും ഇടാണ്ട് വോയിസ് കട്ട് ചെയ്ത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞേട്ടാ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കുറേ പേര് പറയുന്നുണ്ട് എൻ്റെ ചാനൽ കണ്ടിട്ടാണ് ബേക്കിങ്ങിലേക്ക് വന്നതും അതുപോലെ ഇതുപോലൊക്കെ ഇങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടിയെന്നൊക്കെ അങ്ങനെയൊക്കെ കുറേ പറഞ്ഞ് പിന്നെ കുറേ പേർക്ക് ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് ഞാനങ്ങനെ എടുത്ത് കാണിക്കണില്ല. പിന്നെ അവർ എക്സ്പീരിയൻസുകളാണല്ലോ ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ ഇടയിൽ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ട്രോഫിയൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ എനിക്ക് വലിയൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല വലുതായിരുന്നു, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വലിച്ചു നീട്ടി പറയണില്ല കേട്ടോ, കാരണം പിന്നെ ഉള്ളത് വീഡിയോസ് ഞാൻ കട്ട് ചെയ്യാണ്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ വോയിസ് കൊടുക്കണില്ല. അപ്പോൾ അത് എനിക്ക് മൊമെൻറ്റിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, മ്യൂസിക് ചെയർ അങ്ങനെയുള്ള ഗെയിംസൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത്. അപ്പോൾ അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് റഷീദയും ടീമും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ കൂടിയും ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കൂടിയും ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ഇതുപോലുള്ള പ്രോഗ്രാംസ് ഇനിയും ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെയുള്ള വ്യൂസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.